ഹലോ. ഞാനേ എന്ത് കണ്ടന്റ് ഇടുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഒരു 20 മിനിറ്റ്സ് മുമ്പ് ഞാനൊരു കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോളോട് ഞാൻ ചോദിച്ചു, മോള് മൂത്ത ആളോട് 13 ഇയേഴ്സ് ഓൾഡായി. ഞാൻ അവളോട് ചോദിച്ചു, മോളെ അമ്മയ്ക്ക് ചാർജിലിട്ടിരിക്കുന്ന ഫോണൊന്ന് എടുത്ത് തരാമോ? അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഐ മീൻ ദ മിഡിൽ ഓഫ് സംതിങ്, ഇപ്പം അത് ഇട്ടിട്ട് വന്നാൽ ശരിയാവത്തില്ല അമ്മ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് തന്നാൽ മതിയോ, അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ എടുത്തോളൂ എന്ന്. ഷീ സെഡ് നോ ടു മൈ റിക്വസ്റ്റ്. ആൻഡ് ഐ ഫെൽറ്റ് സോ ഡാം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ബിക്കോസ് ഞാൻ എൻ്റെ മോളെ അവളുടെ അമ്മയോട് പോലും വിത്തൗട്ട് ഗിവിങ് ടു മച്ച് ഓഫ് ആൻ എക്സ്പ്ലനേഷൻ ഒരു കാര്യത്തിന് നോ പറയാൻ പ്രാപ്തയാക്കി എന്നുള്ളത് ഈസ് എ വെരി റെലവൻറ്റ് തിങ് ഇന്നത്തെ സൊസൈറ്റിയിൽ, അല്ലേ? നമ്മൾ ഈ ഡൗറി ഡെത്ത്സ് അബ്യൂസിൻ്റെ ഒക്കെ ന്യൂസ് കേൾക്കുമ്പോൾ പലരും ചോദിക്കാറില്ലേ, ഒരു നോ പറഞ്ഞാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ പോരായിരുന്നോ? പക്ഷെ നമ്മൾ എപ്പോഴാണ് അങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യാറുള്ളത്? നമ്മൾ ഒരിക്കലും അങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യാറില്ല. കുട്ടികളോട് നമ്മൾ എന്താ പറയുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കണം, മുതിർന്നവരെ നീ റെസ്പെക്ട് ചെയ്യണം, നോ മാറ്റർ വാട്ട് ദേ ഡു ടു യു. തറുതല പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലേ? ആ കുട്ടികൾ വലുതാകുമ്പം പെട്ടെന്ന് ഒരു ദിവസം നോ പറയണം, അതിനുള്ള ശക്തി അവർ ആർജിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നടക്കുക? സോ ഐ റിയലി ഫെൽറ്റ് റിയലി സക്സസ്ഫുൾ ആസ് എ മദർ അവൾ എന്നോട് നോ പറഞ്ഞപ്പോഴത്തേക്കും. ഇനി ഇതിനോട് വളരെ റെലവൻസ് ഉള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്താം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ ടോക്ക് കേട്ടായിരുന്നു. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ കുറുക്ക് കൊടുക്കുമല്ലോ, 6 മാസം ഒക്കെ പ്രായമാകുമ്പോൾ നമ്മൾ കുറുക്ക് കൊടുത്ത് തുടങ്ങുമ്പോൾ കുട്ടികൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവരിങ്ങനെ തല വെട്ടിക്കും, അവർക്ക് വേണ്ടാന്ന്. അപ്പോൾ നമ്മൾ പറയും, ആഹാ നിനക്ക് വേണ്ടേടാ, കഴിക്കാന്ന് പറഞ്ഞ് വായിൽ കുത്തിക്കയറ്റും. സ്നേഹത്തോടെയാണ് നമ്മൾ പറയുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ വായിൽ കുത്തിക്കയറ്റും. കുഞ്ഞുങ്ങളുടെ അത്രയും റോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫീലിംഗ് ആണ് വിശപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് നോ പറയുന്നു എന്ന് പറഞ്ഞാൽ, ഫുഡിനോട് നോ പറയുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം ആ കുഞ്ഞിന് വിശപ്പില്ല എന്ന് തന്നെയാണ്. പക്ഷെ അതുപോലും ആ കുഞ്ഞിൻ്റെ ആ നോ പോലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെ അവിടെ തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ നോയിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയാണ് പെട്ടെന്ന് വലുതാകുമ്പം നമ്മൾ നോ പറയണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അന്ന് ഐ ഹാഡ് ഫൗണ്ട് ദിസ് ടോക്ക് വെരി റെലവൻറ്റ്. ആൻഡ് ഇന്ന് എൻ്റെ മോൾ എന്നോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെയാണ് അവൾ എന്നോട് പറഞ്ഞത്, അമ്മ എനിക്കിപ്പോൾ പറ്റില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് ഐ ഫെൽറ്റ് വെരി അക്കോംപ്ലിഷ്ഡ് ആസ് എ മദർ. ആൻഡ് ഐ ഫീൽ ദാറ്റ് നമ്മൾ എല്ലാ കുട്ടികളെയും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ നമ്മൾ വേണ്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ ഒരു നോ പറയാൻ പഠിപ്പിക്കേണ്ടതാണ്. മറ്റൊന്നുമില്ല, കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.